ബഹ്റൈനിൽ മാസങ്ങളായി ശമ്പളം ലഭിക്കുന്നില്ലെന്നും ശമ്പളം ചോദിച്ചപ്പോൾ തൊഴിലുടമ മർദ്ദിച്ചെന്നും പരാതിപ്പെട്ട 4 മലയാളികളിൽ 2 പേർ നാട്ടിലേക്ക് മടങ്ങി. സാമൂഹിക പ്രവർത്തകരുടെ സഹായത്തോടെ ബുധനാഴ്ച നാട്ടിലേക്ക് തിരിച്ച ഇവർ വ്യാഴാഴ്ച രാവിലെ നാട്ടിലെത്തി. മാസങ്ങളായി ശമ്പളം ലഭിക്കാതെ ദുരിതത്തിലായതിനെ തുടർന്ന് ഇന്ത്യൻ എംബസിയെ സമീപിച്ച 4 മലയാളി തൊഴിലാളികളിൽ 2 പേരാണ് നാട്ടിലേക്ക് മടങ്ങിയത്. എംബസി ഇടപെട്ടതിനെ തുടർന്ന് സ്പോൺസർ പാസ്പോർട്ട് തിരിച്ചു നൽകാൻ സന്നദ്ധനായതോടെയാണ് കോട്ടയം സ്വദേശികളായ പരമേശ്വരൻ നായർ, ജിജോ രാജ് എന്നിവർക്ക് നാട്ടിലേക്ക് മടങ്ങാനായത്. ശമ്പളം നൽകാതിരുന്നതിന് പുറമെ തൊഴിലുടമയിൽ നിന്ന് ഭീഷണിയും മർദ്ദനവും പതിവായതോടെയാണ് തൊഴിലാളികൾ ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസിലെത്തി പരാതിപ്പെട്ടത്. ഭക്ഷണത്തിന് പോലും വകയില്ലെന്നും വിഷമക്കെണിയിൽ നിന്ന് മോചിപ്പിച്ച് നാട്ടിൽ പോകാനെങ്കിലും തങ്ങളെ സഹായിക്കണമെന്നുമായിരുന്നു ഓപ്പൺ ഹൗസിൽ ഇവർ ആവശ്യപ്പെട്ടത്. 2013 ജൂലൈയിൽ ഞങ്ങൾ ഈ കമ്പനി ജോലിക്ക് വന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ 2 മാസം ജോലി ചെയ്തപ്പോഴത്തേക്ക് 1 മാസത്തെ ശമ്പളം കുറേശ്ശെ തന്നു. അതിൽ നിന്നും ഒരാളുടെ ഇത് 50 ദിനാർ വെച്ച് വിസയ്ക്ക് ആദ്യം എടുത്തു. അതിന്റെ ബാക്കി പൈസ സാലറിയിൽ തന്നു. ഒന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞാലും ആരും ചോദിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. 9 മാസം ജോലി ചെയ്തപ്പോൾ ആകെ കിട്ടിയത് തവണകളായി 1.5 മാസത്തെ ശമ്പളം മാത്രമായിരുന്നു. സാമൂഹിക പ്രവർത്തകരായ KT സലീമിന്റെയും നാസർ മഞ്ചേരിയുടെയും സഹായത്തോടെ സ്പോൺസറുമായി നടത്തിയ ചർച്ചക്കൊടുവിലാണ് 2 പേർക്ക് നാട്ടിൽ പോകാൻ കഴിഞ്ഞത്. മറ്റ് 2 തൊഴിലാളികളായ ജയപ്രകാശ് സോമൻപിള്ള, സതീഷ് എന്നിവരുടെ വിഷയത്തിൽ 15-ന് ശേഷം തീരുമാനമെടുക്കുമെന്ന് എംബസിയിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. മീഡിയ 1 ബഹ്റൈൻ. മെയ്ഡ് ഇൻ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഫുജൈറയിലെ ബോർഫുഖാൻ തീരത്തെ കോഴിക്കോടിൻ്റെയും കേരളത്തിൻ്റെയും കഥ പറയുന്ന ചൂടിക്കട. UAEക്ക് കേരളവുമായുള്ള ആദ്യകാല ബന്ധത്തിന്റെ കഥ കൂടിയാണിതെന്ന് പറയുന്നു. സ്ഥലം UAEയിലെ കോർഫുഖാനാണ്. ഒരു കാലത്ത് പ്രതാപത്തിന്റെ ഉച്ചിയിൽ നിന്നിരുന്ന കോർഫുഖാൻ തെരുവിലെ അവശേഷിക്കുന്ന ചുരുക്കം കടകളിലൊന്ന്. പേര് അഷർക്ക്. 50 വർഷത്തെ പഴക്കമുള്ള ഈ ചൂടിക്കടയിൽ നിന്നാണ് UAEയിലെങ്ങും ഇപ്പോഴും ചൂടിയും കയറും കൊണ്ടുപോകുന്നത്. കോഴിക്കോട് ബേപ്പൂരിൽ നിന്നായിരുന്നു ആദ്യകാലത്ത് ചൂടിയും കയറും ഇവിടെ കൊണ്ടുവന്നിരുന്നത്. തീരത്തെ ആദ്യകാല കച്ചവടക്കാരനായ ജാസി മുഹമ്മദ് സാലേഹിന്റെ ഈ കടയുടെ മഹിമ ഇവിടെ തീർന്നില്ല. ഈ ചൂടിക്കട നിലനിൽക്കാൻ ഏക കാരണക്കാരൻ ഇദ്ദേഹമാണ്, കോഴിക്കോട്ടുകാരൻ അബ്ദുൽ വഹാബ്. താൻ ജീവിച്ചു തീർത്ത ഇവിടുത്തെ 42 വർഷത്തെ ജീവിതകഥ ഇദ്ദേഹത്തിന് പറയാനുണ്ട്. ഞങ്ങൾ പോർട്ടിൻ്റെ ആ സൈഡിലായിരുന്നു കട ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ കട പിന്നെ ഇപ്പോൾ ഒരു 5-6 കൊല്ലമായിട്ട് ഗവൺമെൻറ് പിടിച്ച കാരണം ഇപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് ഇതിൽ വന്നത്. ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ലാഞ്ചൊക്കെ പിന്നെ കുറേ ഒരു 10-15 കൊല്ലം പോലെ 20 കൊല്ലം പോലെ ലാഞ്ച് വിറ്റ് ഇപ്പോൾ ഇവർ കണ്ടെയ്നറിലായിട്ടാണ് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. ഇന്ന് കോർഫുഖാൻ സംബന്ധിച്ചിടത്തോളം അന്ന് കോർഫുഖാനിൽ ഈ ഒരു കട മാത്രമേ ഉണ്ടായിരുന്നു. അന്ന് ദുബായിൽ നിന്നും മസ്കത്തിൽ നിന്നും എല്ലാ സാധനങ്ങൾ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കൊണ്ടുപോകുക. രാവിലെയൊക്കെ കട തുറന്നു കഴിഞ്ഞാൽ തന്നെ വണ്ടി ക്യൂ ആയിരിക്കും. ലോഞ്ച് കയറിയതും ചരക്കുകൾ കയറ്റിയതും ഓർമ്മയായെങ്കിലും കോർഫുഖാനിൽ കോഴിക്കോടിന്റെ മണം ഇപ്പോഴും തളം കെട്ടി നിൽക്കുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നാണ് ഇപ്പോൾ കയറുകൾ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. തോട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന കയറുകൾക്ക് പുറമെ സുർക്കയിൽ മുളകും വെളുത്തുള്ളിയും കാരറ്റും നിറച്ച അച്ചാറും ബദാം വാറ്റിയെടുത്ത താടിമാർക്ക് സിറപ്പും മുംബൈയിൽ നിന്ന് കൊണ്ടുവന്ന ബോട്ടിന്റെ ആങ്കറും വഹാബിന്റെ കച്ചവടത്തിലുണ്ട്. ഞങ്ങളിറങ്ങുമ്പോൾ ചൂടിക്കടയിലിരുന്ന പതിറ്റാണ്ടുകൾ അബ്ദുൽ വഹാബ് കോർഫുഖാൻ തുറമുഖത്തെ നോക്കി അയവിറക്കുകയായിരുന്നു. കോഴിക്കോട്ടെ ഏതെങ്കിലും ചൂടിക്കടയിൽ നിന്നുള്ള ദൃശ്യങ്ങളല്ലത്. പക്ഷേ കോഴിക്കോടുമായി UAEക്കുള്ള ദീർഘകാല കച്ചവട ബന്ധത്തിൻ്റെ അവസാന കണ്ണിയാണ് കോർഫുഖാനിലെ ഈ ചൂടിക്കട. കോർഫുഖാനിൽ നിന്നും ഹാരിസ് അരിക്കുളം, മീഡിയ 1. ദോഹയിൽ സിനിമയെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയായ അടയാളം ഫിലിം സൊസൈറ്റി നിലവിൽ വന്നു. ഈയിടെ അന്തരിച്ച ലോകപ്രശസ്ത സാഹിത്യകാരൻ ഗബ്രിയേൽ ഗാർസിയ മാർക്യൂസിനെ അനുസ്മരിച്ചുകൊണ്ടാണ് അടയാളത്തിന്റെ ഉദ്ഘാടനം നടന്നത്. മാർക്യൂസിന്റെ വിശ്വപ്രസിദ്ധമായ കോളറ കാലത്തെ പ്രണയം എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള സിനിമ പ്രദർശിപ്പിച്ചു. FCC ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം CN ഉണ്ണികൃഷ്ണൻ, IVC അബ്ദുള്ള എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഈ മാസം 25-ന് മുൻപ് കുടിശ്ശിക അടച്ചു തീർക്കാത്ത ഫോൺ വരിക്കാരുടെ ഫോൺ കണക്ഷൻ വേർപ്പെടുത്തുമെന്ന് കുവൈത്ത് ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം അറിയിച്ചു. കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ട ഫോൺ വീണ്ടും പുനഃസ്ഥാപിക്കണമെങ്കിൽ വീടുകളിലെ ഫോണാണെങ്കിൽ 50 ദിനാറും വാണിജ്യ സ്ഥാപനങ്ങളിലേതാണെങ്കിൽ 100 ദിനാറും നൽകേണ്ടി വരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സൗദി അറേബ്യയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾക്ക് പൊതുവേദി രൂപീകരിക്കുമെന്ന് ഓഡിയോ വിഷ്വൽ കമ്മീഷൻ പ്രസിഡന്റ് ഡോക്ടർ റിയാദ് കമാൽ നുജൂം പറഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടയുന്ന രീതിയിൽ മാധ്യമങ്ങൾക്ക് പെരുമാറ്റച്ചട്ടം കൊണ്ടുവരില്ലെന്നും അദ്ദേഹം മീഡിയ 1-നോട് വ്യക്തമാക്കി. മാധ്യമരംഗത്ത് വലിയ മുന്നേറ്റം നടത്തുന്ന രാജ്യമാണ് സൗദി അറേബ്യ. സോഷ്യൽ മീഡിയ ഉപയോഗത്തിലും രാജ്യം വളരെ മുന്നിലാണ്. എന്നാൽ രാജ്യത്തിൻ്റെ സവിശേഷമായ ധാർമ്മിക സദാചാര മൂല്യങ്ങളും സാംസ്കാരിക വ്യക്തിത്വവും അവഗണിച്ച് മാധ്യമങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ലെന്ന് ഡോക്ടർ റിയാദ് നുജൂം പറഞ്ഞു. ധാർമ്മിക മൂല്യങ്ങളെ നിരാകരിക്കുന്ന കുത്തഴിഞ്ഞ ആവിഷ്കാര രീതികളെ അംഗീകരിക്കില്ല. മാധ്യമങ്ങൾക്ക് സ്വയം ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യൂട്യൂബ് അടക്കമുള്ള മാധ്യമങ്ങളെ നിരോധിക്കുക തങ്ങളുടെ ലക്ഷ്യമല്ല.
പക്ഷേ നിയന്ത്രണം അനിവാര്യമാണ്. If the freedom of expression is associated with responsibility, then we all respect that. But we cannot let it go, with freedom without frontiers. Freedom that will mean hatred, or freedom of expression that means, insult to the others. This is not acceptable. രാജ്യത്ത് വലിയ മുന്നേറ്റം നടത്തുന്ന ഡിജിറ്റൽ മാധ്യമങ്ങൾക്കായി അടുത്ത വർഷം പകുതിയോടെ പൊതുവേദി രൂപീകരിക്കുമെന്നും അദ്ദേഹം മീഡിയ വണ്ണിനോട് പറഞ്ഞു. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയയും നിയന്ത്രിക്കുന്നതിനാണ് സാംസ്കാരിക വാർത്താവിനിമയ വകുപ്പിന് കീഴിൽ സ്വതന്ത്ര അധികാരത്തോടെ ഓഡിയോ വിഷ്വൽ കമ്മീഷൻ രൂപീകരിച്ചത്. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ഡോക്ടർ റിയാദ് നുജും കമ്മീഷൻ പ്രസിഡന്റായി നിയമിതനായത്. റബി മുഹമ്മദ്, മീഡിയ വൺ, റിയാദ്. കുവൈത്തിലെ മലയാളി എഞ്ചിനീയർമാരുടെ കൂട്ടായ്മയായ എഞ്ചിനീയേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രഥമ ടെക്നിക്കൽ കോൺഫറൻസും ഇൻഡസ്ട്രിയൽ എക്സിബിഷനും കൈനറ്റിക് 2014 നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ഈ മാസം 11 രാവിലെ 8 മണിക്ക് കുവൈത്ത് റാഡിസൺ ബ്ലൂവിൽ നടക്കുന്ന പരിപാടി എണ്ണമന്ത്രി ഡോക്ടർ അലി അൽ ഉമൈർ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ അംബാസഡർ സുനിൽ ജെയിൻ മുഖ്യാതിഥിയായിരിക്കും. മറ്റ് സർക്കാർ സ്ഥാപനങ്ങളെ പോലെ തന്നെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയവും രാഷ്ട്രീയ സംഘടനാ വ്യത്യാസങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന പൊതുസ്ഥാപനമാണെന്ന് കുവൈത്തിലെ ഇന്ത്യൻ അംബാസഡർ സുനിൽ ജെയിൻ. മോഡി അധികാരത്തിൽ വരുമെന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെതായി മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും തുടർന്നുള്ള വിവാദങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത്. ഇന്ത്യയിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാനാണ് താൻ ശ്രമിക്കുന്നത്. അതിൽ സമീപകാല ശ്രമങ്ങളിലൂടെ നല്ല പുരോഗതിയും ഉണ്ടായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നിക്ഷേപകരും വ്യവസായികളും നിറഞ്ഞ സദസ്സിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ ഒരു സർക്കാർ അധികാരത്തിൽ വരുമെന്നും അതിലൂടെ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന് പുത്തൻ ഉണർവുണ്ടാകുമെന്നാണ് സൂചിപ്പിച്ചതെന്നും സുനിൽ ജെയിൻ വ്യക്തമാക്കി. മറിച്ചുള്ള പ്രസ്താവനകൾ അസ്ഥാനത്താണെന്നും ഇന്ത്യൻ സ്ഥാപനമായ എംബസി ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളെയോ അതിൻ്റെ നേതാക്കളെയോ പ്രത്യേകമായി ഉയർത്തിക്കാട്ടുകയില്ലെന്നും അത്തരത്തിൽ തൻ്റെ വാക്കുകളെ മനസ്സിലാക്കരുതെന്നും സുനിൽ ജെയിൻ കൂട്ടിച്ചേർത്തു. നിർമ്മാണ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന കമ്പി, കല്ല് എന്നീ സാധനങ്ങൾക്ക് നിലവിലേതിൽ നിന്ന് 8% വില കുറയ്ക്കാൻ കുവൈത്ത് വാണിജ്യ മന്ത്രാലയം തീരുമാനിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വൻകിട നിർമ്മാണ കമ്പനികളുടെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം. സർക്കാരിന് വേണ്ടിയുള്ള ഇത്തരം വൻകിട പദ്ധതികൾ പൂർത്തിയാക്കണമെങ്കിൽ പഴയ കരാർ പുതുക്കുകയോ കല്ല്, കമ്പി പോലുള്ള നിർമ്മാണ സാമഗ്രികളുടെ വിലയിൽ കുറവ് വരുത്തുകയോ ചെയ്യണമെന്നായിരുന്നു ആവശ്യം. വിലക്കുറവ് ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഒമാനിലെ അഹ്ലി ബാങ്ക് മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷൻ പുറത്തിറക്കി. ഒമാൻ ഇൻഫർമേഷൻ ടെക്നോളജി അതോറിറ്റി CEO ഡോക്ടർ സാലി അൽ റുസൈബി ആപ്ലിക്കേഷൻ ഉപഭോക്താക്കൾക്ക് സമർപ്പിച്ചു. നേരത്തെ ബാങ്ക് ശാഖകൾ വഴി ലഭ്യമായിരുന്ന ഒട്ടുമിക്ക സേവനങ്ങളും ആപ്ലിക്കേഷൻ വഴി ലഭ്യമായിരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. സ്മാർട്ട് ഫോണുകളിൽ ആപ്ലിക്കേഷൻ സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. സുരക്ഷ കണക്കിലെടുത്ത് ഓരോ ഇടപാടിനും വ്യത്യസ്ത പാസ്വേഡുകൾ SMS വഴി നൽകുന്ന വൺ ടൈം പാസ്വേഡ് സംവിധാനമാണ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. Al-Manama Business News brought to you by Al-Manama. Al-Manama Supermarkets. Moments of value shopping. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയും വിനിമയ നിരക്കും. ഇന്നത്തെ സ്വർണ്ണവില. Shamanur Gold number 1. Believe in gold. Invest in gold. ന്യൂസ് മിഡിൽ ഈസ്റ്റ് തുടരുന്നു. ദർശന ടിവിയുടെ മിഡിൽ ഈസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ദുബായിൽ നടന്ന ചടങ്ങിൽ ദർശന മിഡിൽ ഈസ്റ്റ് ലോഗോ പത്മശ്രീ ഡോക്ടർ MA യൂസഫ് അലി അനാവരണം ചെയ്തു. ദർശന TV ചെയർമാൻ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. മരുഭൂമിയിലെ പരുമലയായ ഷാർജ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ഈ വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തപ്പെട്ട ഗുഡ് സമരിറ്റൻ ഡേ ശ്രദ്ധേയമായി. 5000-ഓളം പേർ പങ്കെടുത്ത പരിപാടി വിവിധ പരിപാടികളാൽ അലങ്കൃതമായിരുന്നു. മരുഭൂമിയിലെ പരുമലയായ ഷാർജ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ഈ വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തപ്പെട്ട ഗുഡ് സാമാരിറ്റൻ ഡേ വൻ വിജയമായിരുന്നു. പള്ളിയങ്കണത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ഏകദേശം 5000-ഓളം വിശ്വാസികളാണ് പങ്കെടുക്കുവാനെത്തിയത്. വിശ്വാസികളുടെ നിറഞ്ഞ സദസ്സിൽ സഹവികാരി ഫാദർ യാക്കോബ് ബേബി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സമൂഹത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യമെന്ന് വികാരി ഫാദർ എബ്രഹാം ജോൺ പറഞ്ഞു. എല്ലാ ഭവനങ്ങളിൽ നിന്നും കൊണ്ടുവന്നതായ
ഭക്ഷണങ്ങളാണ് ഇവിടെ വിതരണത്തിനായിട്ട് ഒരുക്കിയത്. ഏവർക്കും സന്തോഷത്തിനും ഒത്തൊരുമിക്കുന്നതിനും സ്നേഹം പങ്കിടുന്നതിനുമായിട്ട് ലഭിക്കുന്നതായ ഒരവസരമായിട്ട് ഇതിനെ മാറ്റിയെടുക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഇതിൻ്റെ വളരെ പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ടതാണ്. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള നിരവധി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കുവാനെത്തിയിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് ഈ ഇടവക ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന ധനശേഖരണാർത്ഥം ആണ് ഈ പരിപാടി ഇവിടെ ഇന്ന് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രയാസപ്പെടുന്നവനും പാവപ്പെട്ടവനും എൻ്റെയും സഹോദരനാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഇത് ജനങ്ങൾക്കുണ്ട്. പരിപാടിയിൽ ഒരുക്കിയ നാടൻ ആഹാര വിഭവങ്ങളടങ്ങിയ സ്റ്റാളുകൾ ശ്രദ്ധേയമായിരുന്നു. കുട്ടികളുടെ വിവിധ പരിപാടികൾ, ഗാനമേള, മാജിക് ഷോ, വിവിധ സമ്മാനങ്ങളുടെ ലേലം, ഭാഗ്യ സമ്മാനങ്ങൾ എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. വികാരി ഫാദർ എബ്രഹാം ജോൺ, സഹവികാരി ഫാദർ യാക്കോബ് ബേബി, ട്രസ്റ്റ് സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മീഡിയ 1 ഷാർജ. കേരളത്തിന്റെ കാർഷിക വിളവെടുപ്പ് ഉത്സവമായ വിഷു വന്നുപോയിട്ടും UAE തെരുവുകളിൽ ഇപ്പോഴും കണിക്കൊന്നകളുടെ സമൃദ്ധി. അടിമുടി പൂത്തുനിൽക്കുന്ന കണിക്കൊന്ന പ്രവാസ മലയാളത്തിന് മുഴുവൻ കുളിരേകുകയാണ്. കേരളത്തിൽ പോലും മാഞ്ഞുമറിയുന്ന കൊന്നക്കാഴ്ചകളാണ് പ്രവാസഭൂമിയിൽ സജീവത തേടുന്നത്. കേരളത്തിലേതുപോലെ ഗൾഫ് കൊന്നകൾ നീളം വെക്കാറില്ല. വെയിലിന് ഉശിരുമൂത്തതോടെ കൊന്നപ്പൂക്കളുടെ ചന്തവും കൂടി. ഈന്തമരങ്ങളും കൊന്നയും ഒരുമിച്ച് പൂത്തു നിൽക്കുന്നതും ദുബായ് വഴിയോരങ്ങളിലെ കാഴ്ചയാണ്. ഷെയ്ഖ് സായിദ് റോഡിലെ എമിറേറ്റ്സ് ടവറിന് പിറകിൽ 20ഓളം കൊന്നകളാണ് പൂത്തു നിൽക്കുന്നത്. ഷാർജയിലെ അൽക്കാൻ മേഖലയിലെ ഫിഷ് അക്വേറിയത്തിന് പിറകുവശത്തായി 15ഓളം കൊന്നകളും. പൂക്കൾക്ക് വിടരാനായി ഇലകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കും. പൂക്കാലം കഴിയുന്നതോടെ ഇലകൾ തിരിച്ചുവരും. ഏതായാലും പ്രവാസ ലോകത്തിന് കേരളത്തിന്റെ നിറമണിഞ്ഞ ഗൃഹാതുരതയായി മാറുകയാണ് ഈ കൊന്ന കാഴ്ചകൾ. മീഡിയ 1 ദുബായ്. ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റ് തുടരുന്നു. സർവകാല റെക്കോർഡിലേക്കുള്ള വൻ കുതിപ്പാണ് ഓഹരി വിപണി സൂചികകളിൽ ഇന്നുണ്ടായത്. 700 പോയിന്റിലേറെ നേട്ടമാണ് ഒരു ദിവസത്തെ വ്യാപാരത്തിൽ സെൻസെക്സിന് മാത്രമുണ്ടായിരിക്കുന്നത്. ഇലക്ഷൻ ഫലപ്രഖ്യാപനത്തിന് ശേഷം രൂപയുടെ മൂല്യം ദുർബലമാവുമെന്ന് ചില സാമ്പത്തിക വിദഗ്ധർ നിരീക്ഷിക്കുന്നു. അധികാരത്തിൽ ആര് വരുമെന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും രൂപയുടെ മൂല്യത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയെന്നും നിരീക്ഷിക്കപ്പെടുന്നു. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ചുരുങ്ങിയ ദിവസങ്ങളിൽ 29,000 കോടിയുടെ നിക്ഷേപമാണ് നടത്തിയത്. അത് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ സ്ഥിരതയെ നിലനിർത്തുമെന്ന് വിലയിരുത്തപ്പെടുന്നു. സ്വർണത്തിന്റെ വിലയിൽ ഇടിവുണ്ടാവുമെന്നാണ് മറ്റൊരു നിരീക്ഷണം. ഔൺസിന് 1050 സ്വർണ്ണവില കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓഹരി വിപണിയിലെ മാറ്റങ്ങളെക്കാൾ രൂപയുടെ മൂല്യത്തിലുള്ള എണ്ണക്കുറവും സ്വർണ്ണവിലയിലെ മാറ്റവും പ്രവാസികളെ നേരിയ തോതിൽ ബാധിക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇന്ത്യയുടെ കാലാവസ്ഥയിലുള്ള മാറ്റം ഭാവി സാമ്പത്തിക സ്ഥിതിയെ കാര്യമായി നിർണ്ണയിക്കുമെന്നതാണ് മറ്റൊരു നിരീക്ഷണം. കാലാവസ്ഥാ വ്യതിയാനം ഇന്ത്യയിലെ മഴയെയും കൃഷിയെയും ബാധിക്കും. ഇതൊഴിച്ചു നിർത്തിയാൽ മറ്റ് പ്രതിസന്ധികളെ മറികടക്കാൻ മാത്രം ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ ഭദ്രമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. മീഡിയ 1